ഇതെല്ലാം ഫുള്ള് പൊളിച്ചിട്ട് അടിക്കേണ്ടി വരും. ഇതെല്ലാം പുട്ടി ഏരിയ അല്ലേ? ആ പെയിന്റ് അടിക്കാൻ വെച്ചാൽ പെയിന്റ് മാറ്റാനൊന്നുമല്ല, അതില് മുമ്പിലെല്ലാം പൊന്തി വന്നിട്ടില്ലേ, അടിയിടില്ല, അതെല്ലാം ഒന്ന് ടച്ചപ്പ് ചെയ്യാം. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്ന് ഏപ്രിൽ 12. അപ്പോൾ നമ്മൾ സെൻ എടുത്തിട്ടിപ്പോൾ കറക്റ്റ് 1 ഇയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത പറയുന്നത്, ഇപ്പോൾ 12 എന്ന് പറഞ്ഞ ഡേറ്റ് എൻ്റെ ഒരു എന്താ പറയണ്ടേ ലൈഫിലെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഡേറ്റ്സാണ്. കാരണം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും എടുത്തത് 12-നാണ്. നമ്മൾ സെൻ കാർബൺ എടുത്തത് ഏപ്രിൽ 12, 2023 ഏപ്രിൽ 12-നാണ്. അപ്പോൾ 24, പിന്നെ അതേപോലെ നമ്മളെ ഡ്യൂക്ക് 390 എടുത്തത് ഓഗസ്റ്റ് 12-നാണ്. അതേപോലെ നമ്മളെ ഓല എടുത്തത് മെയ് 12-നാണ്. പിന്നെ നമ്മളെ പഞ്ച് എടുത്തത് ഡിസംബർ 12-നാണ്. അപ്പോൾ നമ്മൾ ഒരു വണ്ടീനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ഫീലിങ്സ് മനസ്സിലാവും. കാരണം വെച്ചാൽ നമ്മൾ വണ്ടി പണിയുമ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മേജർ വർക്കും കാര്യങ്ങളിലായി കഴിഞ്ഞാൽ എന്തായാലും ഒരു 1 വീക്ക് 2 വീക്കൊക്കെ എടുക്കും. അപ്പോൾ നമ്മളാണെങ്കിൽ വണ്ടി സ്പോട്ടിൽ നമ്മൾ ക്ലിയർ ചെയ്യും. എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലും എന്തെങ്കിലും ചെറിയ വർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്പോട്ടിൽ ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മൾ 2 വീക്സൊക്കെ വണ്ടി എടുക്കാണ്ട് വെച്ച് പിന്നെ നമ്മളെ വണ്ടി പിന്നെ എടുത്ത് ഓടിക്കുമ്പോൾ ഫസ്റ്റ് ഓടിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് പറഞ്ഞറിയിക്കാം കേട്ടോ. അതിപ്പോൾ കുറേ ആൾക്ക് അറിയായിരിക്കും. ആ ഒരു ഫീലായിരുന്നു ഇന്നത്തെ. കാരണം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 2 വീക്സായി. വണ്ടിക്കുള്ളൊരു വർക്ക് എന്ന് പറയുന്നത് നമ്മളെ ബോണറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബോണറ്റിൽ പുട്ടി കയറിയിട്ട് ഓൾമോസ്റ്റ് അത് ഇങ്ങനെ പൊളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിഞ്ഞ് വരുന്നതുകൊണ്ട് ഇങ്ങനെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എന്തായാലും അവിടെ കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ വണ്ടി ഫുൾ പെയിൻറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ റിന്യൂവൽ ടൈപ്പിൽ ജസ്റ്റ് ടച്ചപ്പ് ചെയ്തിട്ട്. അപ്പോൾ അതും കൂടി വർക്ക് ഉണ്ടായിരുന്നു, സ്കേർട്ടും കാര്യങ്ങളും. അതേപോലെ തന്നെ നമ്മളെ ഡോറിൻ്റെ സൈഡിലെ ഒരു പാനൽ മൊത്തം പെയിൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് വണ്ടി കാണാനായിട്ട് തന്നെ എന്താ പോലെ ഓടിക്കായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി നോക്കാം, എന്താണ് അതിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി നോക്കാനുള്ള രീതിക്ക് നമ്മൾ പോയതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ വണ്ടി ഓൾറെഡി പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഏപ്രിൽ 12 തന്നെ നമുക്ക് എന്തായാലും വണ്ടി കിട്ടുന്നത്. അപ്പോൾ രാവിലെ തന്നെ എന്നെ വിളിച്ച് വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. നേരെ പോയി സ്പോട്ടിൽ വിട്ടു, വണ്ടി എടുക്കാൻ വേണ്ടി വിട്ടു. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ എന്താ പറയണ്ടേ സർപ്രൈസ് പോലെയായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ എല്ലാ വർക്കും അവർക്കാണ് കൊടുത്തിരുന്നത്. നമ്മൾ ചെറിയ എന്തെങ്കിലും പെയിൻറ്റിങ് വർക്ക് വേണമെന്ന് നമ്മൾ കയറ്റലുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ബോണറ്റാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വർക്കുകളും കൂടി ഉണ്ടായിരുന്നു. നമ്മളെ ഡോറിൻ്റെ സൈഡിൽ വരുന്ന ബാക്ക് സൈഡ് ഡോർ ഇല്ലാത്ത ആ പോർഷൻ വരുന്നത് മൊത്തം അടിക്കാനുണ്ടായിരുന്നു. അതേപോലെ സ്കേർട്ട്, മെയിനായിട്ട് സ്കേർട്ടായിരുന്നു. സ്കേർട്ട് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റേഴ്സ്, അതേപോലെ ബാക്കിയുള്ള ടച്ചപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞത് പോളിഷ് അടക്കം വണ്ടി പോളിഷ് അടക്കം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വണ്ടീൻ്റെ ടോപ്പ് പോർഷൻ ഓൾമോസ്റ്റ് നമ്മൾ വണ്ടി ചെറിയൊരു മെക്കാനിക്കൽ വർക്കിന് കൊടുത്തപ്പോൾ അവർ അവിടുന്ന് പെയിൻ്റ് എന്തോ ചെയ്യുന്നത് വണ്ടി മേലെ പാറിയിട്ട് നോക്കുമ്പോൾ മേലെ ടോപ്പ് പോർഷനിൽ നല്ലൊരു യെല്ലോ ഷെയ്ഡ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ക്ലിയർ ചെയ്ത് പക്കയാക്കി പോളിഷ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എന്നോട് തന്നെ പോളിഷിൻ്റെ പൈസയും കാര്യങ്ങളൊന്നും നീ തരണ്ട, കാരണം അത് നീ പറഞ്ഞ വർക്കല്ല, ബട്ട് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നീ എപ്പോഴും ഇതിൽ തരുന്നതാണ്. അതിൻ്റെ ഒരു പേരിൽ നമുക്ക് പോളിഷ് ഫ്രീ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നീടുള്ള രണ്ടാമത്തെ ഒരു പണി എന്ന് വെച്ചാൽ നമ്മൾ സ്പ്ലിറ്റേഴ്സ് കൊടുത്തിരുന്നു. അപ്പോൾ സ്പ്ലിറ്റേഴ്സ് ഇവർ രണ്ടാമത് റീഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഔട്ടിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ കുറച്ച് ബോറായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു ഇത് കുറച്ച് അടുപ്പിച്ച് വെക്കാൻ പറഞ്ഞു, നമ്മളെ സ്കേർട്ടിന് അടുപ്പിച്ചായിട്ട് വെക്കാൻ പറഞ്ഞു. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതാണ് ഇതിൻ്റെ ഫൈനൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റീപെയിൻറ്റ് ബ്ലാക്ക് ചെയ്യുന്നവർ എന്തായാലും ഒന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യുക. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വൃത്തിയാവില്ല. കാരണം വൃത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റ് പെട്ടെന്ന് നമുക്ക് ഒരു സ്ക്രാച്ച് വന്ന് നല്ലോണം എടുത്ത് കാണിക്കും. അതേപോലെ തന്നെ പൊടി ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്ത് വന്നപ്പോൾ അവസ്ഥയായത് അപ്പം തന്നെ പൊടി മാറി. അപ്പോൾ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്ത് കഴുകി എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ റീപെയിൻറ്റ് ബ്ലാക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിനി നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അവനൊരു സെൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു റെയർ സെന്നാണ്. അപ്പോൾ ഏതാണെന്ന് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഈ വണ്ടി എടുക്കാണ്ട് എന്താ പറയുക, എപ്പോൾ വിളിക്കും വണ്ടി ഓക്കെ ആയിട്ട് എപ്പോൾ വിളിക്കും എന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പോൾ ഇന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, കാരണം ഏപ്രിൽ 12 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 12 ആയിക്കോട്ടെ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ്. കാരണം വെച്ചാൽ എൻ്റെ എല്ലാ വണ്ടി എടുത്ത് ആയിക്കോട്ടെ എല്ലാ ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ലക്കുള്ളൊരു ഡേ ആണ്. അപ്പോൾ വണ്ടി എടുത്താൽ മാത്രമല്ല, എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 12 വരുന്നത്. അതുപോലെ ആമിയുടെ ബർത്ത്ഡേയും ഡിസംബർ 12 വരുന്നത്. അപ്പോൾ എല്ലാം അങ്ങനെ അൺഎക്സ്പെക്റ്റഡായിട്ട് നടന്ന കുറേ സംഭവങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരുവിധം പിന്നെ അതിന് ശേഷം എന്ത് നല്ല കാര്യം എന്ത് ചെയ്യുന്നുണ്ടെ പോലും നമ്മൾ 12 എന്നുള്ള ഡേറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. ബട്ട് ബാക്കിയെല്ലാം അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയതാണ്. അപ്പോൾ സെന്നിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള വർക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഫുൾ പെയിൻറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് കളറിൻ്റെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ബ്ലാക്ക് തന്നെ വേണോ അല്ലെങ്കിൽ വേറെ എന്താ കളർ ചൂസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലുകൊണ്ട് നമ്മൾ ചെയ്യാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ലൈവ് റെക്കോർഡിംഗ് ആണേ. ഭയമില്ല. ഞാൻ വെച്ച് ഇറങ്ങി തൊക്കിലാടി നോക്കും പോലീസ്. തൊക്കിലാടി ഞാൻ നല്ല മൂളിച്ചിങ് വരാന്ന് ചോദിച്ചു. നോക്കുമ്പോ ഇറങ്ങുമ്പോ തന്നെ രണ്ടെന്ന് നോക്കുന്നു. നല്ല എക്സോസ്റ്റ് ഓഫ് ആക്കിയിട്ട് വന്നു. അപ്പൊ ഇതാണ് നമ്മളെ സെന്നിന്റെ ഡീസൽ. ഇടിയാ എന്ത് വെള്ളത്തിന്റെയാ? ഇല്ല, ഇത് രണ്ടും പൈപ്പായിരിക്കൂടാ. പൈപ്പ് പൊട്ടിയതായിരിക്കും. അതൊന്നാ പൈപ്പ് അയച്ചിട്ട് ജോയിന്റ് അടിക്കുക വേണ്ടു. ജോയിന്റ് ഉണ്ട് വീട്ടില്. അല്ല പൈപ്പ് ഉണ്ട് വീട്ടില്. വലിയ പൈപ്പ് ഉണ്ട് ആടാ. ഈ പൈപ്പില്ലേ, ഇത് ഇവിടുന്ന് അങ്ങ് മാറ്റിയാൽ മതി. ഇത് ഇവിടുന്ന് 2 ജോയിന്റ് പോന്നെയാ. ഒന്ന് ഇടിയോ ഒന്ന് ഇടത്തേക്ക് പോന്നെ. ബാക്കിലേക്ക് പോന്നെ ഇല്ലല്ലോ. ബാക്കിലേക്ക് പോന്നെ ഇത് ബുഷും കാണണല്ലോ. ഹൈറ്റ് കറക്റ്റാ വെച്ച് നോക്കിയ. ഇതാണ് സെൻ ഡീസലിൻ്റെ എൻജിൻ ബേ വരുന്നത്. കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുള്ളൊരു എൻജിനാണ് ഇത്. 1.5 ആണ് വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം വർക്ക് ഇതിന് ബാക്കിയുണ്ട്. പിന്നെ സൗണ്ട് ഞാൻ കപ്പിച്ചതാ.
ഡീസൽ എഞ്ചിനായതുകൊണ്ട് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്വിഫ്റ്റിൻ്റെ ആംറസ്റ്റ് ഇതിന് സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള വർക്ക്സും കാര്യങ്ങളെല്ലാം പെൻഡിങ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഗിയർ നോവ് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ സെന്നിൻ്റെ ഗിയർ നോവ് വെച്ചിട്ട് കുറച്ച് ബാക്കോട്ടാണ് വരുന്നത്. ഇതെന്നാ എന്നാ അപ്പോൾ നമുക്ക് ആംറസ്റ്റ് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മളെ ആ വണ്ടിയിൽ ഓൾറെഡി സ്റ്റോക്കിലുണ്ടായതാണ്. അപ്പോൾ ഇനി നമ്മളുടെ വെച്ചാൽ അതിൻ്റെ പവർ സ്റ്റിയറിങ് എടുക്കുന്നില്ല. മൊഡ്യൂളിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്താണെന്നുള്ള അറിയില്ല. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മൊഡ്യൂള് E1 E2 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പാർട്ട് നമ്പർ വരുന്നത്. ഇപ്പോൾ ഇത് G4 ആണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി ഇട്ട് നോക്കാം. എന്നിട്ട് വേണം നമുക്ക് തലശ്ശേരി സ്ക്രാപ്പ് പോയിട്ട് അവിടുന്ന് കിട്ടുമോ നോക്കണം. ഞാനിപ്പം ലാസ്റ്റ് അവിടെ നിന്ന് എടുത്തതാണ്. പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വണ്ടീനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഒന്നാമത് ഇതിൻ്റെ സീറ്റിംഗ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഹെഡ് റെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഏറ്റവും എന്താ പറയുക സെറ്റായിരിക്കുന്ന സാധനം ഇതിൻ്റെ റൂഫിങ് ചെയ്തിട്ടുണ്ട്. റൂഫിങ് അതുപോലെ തന്നെ റെക്സിന് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് കാണാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൻ്റെ വേറെ ഒരു ഷീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അർജു വിളിച്ചേ മറ്റേ അന്നത്തെ മറ്റേ ഇതില്ലേനാ മറ്റേ വാഷിംഗ് മെഷീൻ്റെ അതിങ്ങനെ ഓഫായിട്ട് വരുന്നത്. ഇന്ന് വീട്ടിൽ കയറുമ്പം തന്നെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കയറുമ്പം തന്നെ ഗേറ്റിന് ചെറുതായിട്ട് പറഞ്ഞ് പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ 14 ഇഞ്ച് 14 ഇടം നടക്കും. അത് ബോഡി ലെവലിൽ ഒപ്പറയല്ല ബോഡി. ഇതുണ്ടോ G4 ഒത്ത് പുതുതായിട്ട് എറണാകുളം ബാങ്ക് കൊണ്ടടിക്കുക. മറ്റേ സ്വിഫ്റ്റ് കൊടുത്തിനാ? ഇല്ലടാ എന്തായാലും കൊടുത്തില്ല. അത് കൊടുക്കുന്ന നല്ല ചാമ്പള അപ്പാട് എടുക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. പിന്നെ മൈലേജ് ഇതെല്ലാം പറയുമ്പോഴത്തേക്കെല്ലാം വായു വളക്കുന്നുണ്ട്. കണ്ണുകൊണ്ടാണ് വയലും ഭാഗമാണ്. സാധാരണ വണ്ടി എടുക്കാൻ എപ്പം കിട്ടുന്നില്ല. ഇത് പിന്നെ അടിയെല്ലാം വന്നുകൊണ്ട് അധികം കണ്ടു നോക്കൂല. അന്നെങ്ങനെ വിട്ടിട്ടില്ല തേച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു ഇറക്കമുണ്ടാവും. കൈ ചെത്തിനന്ന്. പക്ഷെ ഇതെല്ലാം എൻ്റെ ടൈറ്റായി. ഇതൊന്നും ഊരിയിട്ടില്ലെന്ന്. ഭയങ്കര ടൈറ്റ് ഉണ്ടായിരുന്നേ വയറ്. രണ്ടാമത്തെ വയറാണ്. പൊളിക്കുന്നൊന്നുമല്ലോ. ഇതെല്ലാം നമ്മൾ പരീക്ഷിച്ച് ചൂട് പോനെ നിൽക്കുവാടിയുള്ള റീസെറ്റ് ചെയ്യണം. 5-8 പ്രാവശ്യം ആക്കിയാൽ മൊഡ്യൂൾ റീസെറ്റ് ചെയ്യും. ഇതുണ്ടാവില്ല പമ്പ് ചിലപ്പം ഉണ്ടാവില്ല.
അല്ല ഇത് ഡീസൽ പമ്പ് ഡയറക്റ്റ് ഒരു 2 സെക്കൻഡ് ഹീറ്റിംഗ് ഓയിൽ താഴെ ടൈം എടുക്കുക അപ്പം എടുക്കും. എനിക്ക് ഏറിയില്ല ന്യൂട്രാണ്. മുടിയോട് തന്നെ ആയിപ്പോയത്. കിട്ടാൻ മതി. ഇതെന്നെ എഴുതുക G4 ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, ബൈ.